പിള്ളേരെ മണി വാ, സാറ് വന്നു. താൻ എന്തിനാണോ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? അല്ല, സാറ് ആദ്യമായിട്ടാണല്ലോ എന്റെ വീട്ടിൽ വന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ വിളിച്ചു പോയതാണ്. എന്തിനാടോ വെറുതെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത്? ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഒക്കെ കുറച്ച് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അയ്യോ, വളരെ സന്തോഷം സാറ്, സന്തോഷം. ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ കോഴിയാണോ ഉള്ളത്? അതെ സാർ, സാർ എങ്ങനെ മനസ്സിലായി? ഒരു കോഴിയുടെ കൂവുന്നതായിട്ട്. അത് അടുത്ത വീട്ടിലെ കോഴിയാണ് സാർ. അടുത്ത വീട്ടിലെ കോഴിയാണെങ്കിൽ ഇവിടെ വാങ്ങിച്ച് കറി വയ്ക്കാമല്ലോ. സാറ് പറഞ്ഞു. ഏടോ, എനിക്ക് എന്റെ ഓഫീസിലെ ജോബ് അല്ലാതെ വേറെ വല്ല ജോബും ഉണ്ടോ? ഇല്ല സാർ. ഉണ്ട്. ഇല്ല. എന്തോ ഉണ്ട്. ഇല്ല സാർ. എന്താ? അല്ലെങ്കിൽ പിന്നെ എന്നെക്കാൾ വലിയ വീടൊക്കെ വെച്ച് ഞാൻ കഴിയാനായിട്ട് സാർ, ഇത് ലോണല്ലേ? ലോണിൽ ചെയ്തല്ലേ? ലോണൊക്കെ എടുത്ത് വീട് വെക്കണോ? വലിയ ബാധ്യതകളാ അതൊക്കെ. പിള്ളേരുടെ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു വീടൊക്കെ വെക്കണം. പിള്ളേരുണ്ടായാലും കുഴപ്പമാ കൂടുതല്. അവർക്ക് വേണ്ടിയല്ലേ സാർ നമ്മൾ ജീവിക്കുന്നത്. ആണോ? സാറ് പറഞ്ഞോ. അകത്തോട്ട് പോ. മണി, മണിക്കുട്ടി. നമസ്കാരം സാർ. സാർ ഇരിക്കണം. സാർ ഇരിക്കണം. ഇരിക്കണം സാർ. ഇതാണ് കുട്ടി പണിയല്ലേ? അല്ല സാർ, മണിക്കുട്ടി. 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 ഇത് മക്കള്. ചെറിയ ആള് പിങ്കി, മൂത്താള് റിങ്കി. ഒന്നും പറയണ്ട, എനിക്ക് എല്ലാരെയും പറ്റി വ്യക്തമായിട്ട് അറിയാം. അതെ, നിങ്ങളുടെ ഒരു അമ്മാവനുണ്ടല്ലോ, ഒരു ചട്ടമ്പി. മണിക്കുട്ടനും മണിക്കുട്ടി അല്ലയോ? അതെ, സാറിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അച്ഛൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്തോ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് പറ. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കണിശക്കാരനാണ്. പലിശക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. പലിശക്കാരനല്ല, കണിശക്കാരനാണെന്ന്. അത് ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞാണ്. വെറുതെ ഒന്നുമല്ല, ഇയാള് ചുമ്മാ ഒന്നുമല്ല പറഞ്ഞത്, കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. സാറിന്റെ കോള് വരുമ്പോഴേ അച്ഛന്റെ ഒരു വെപ്രാളം കാണണം. ഫോണിൽ കൂടെ എന്നെ കാണാൻ പറ്റുമോ? അയ്യോ, സാറിനെ കാണാൻ പറ്റുമെന്നല്ല, അച്ഛന്റെ വെപ്രാളം കാണണോന്ന്. സാർ ഏത് പാതിരാത്രി വിളിച്ചാലും അച്ഛൻ ചാടി എണീറ്റ് പോകും. അത് ഞാൻ പാതിരാക്കി നല്ല കോകമലി ചുറങ്ങിയെടുത്ത് ഞാൻ വിളിക്കാൻ നിൽക്കുകയാണോ? ചിലപ്പോഴൊക്കെ പറ്റി പോകുമല്ലയോ? അതാ ഭയങ്കര ബഹുമാനമാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു ബഹുമാനം? സാറ് വരുന്നത് വരെ സാറിനെ പറ്റി ഒരു ഹിറ്റ്ലറിന്റെ ചിത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പോഴോ? ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത് അതൊന്നും ഇല്ല. സാറ് പാവമാണ്. സാർ, നമുക്ക് അകത്തോട്ട് പോവായിരുന്നു. പിന്നെ നമ്മളാ സുമലതയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, സുമലത ഞങ്ങൾ ഓഫീസിൽ ഒത്ത് വർക്ക് ചെയ്യുന്ന ആളാ. ഇവരെപ്പോഴും തമ്മിൽ എപ്പോഴും സംസാരിക്കും. അല്ല സാർ, ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കും മണി. ഡൗട്ട് ചോദിച്ചു. 24 മണിക്കൂർ എന്നെക്കാൾ കൂടുതൽ പരിചയം ആ കുട്ടിയായിട്ടാ. സാറേ, നമുക്ക് അകത്തോട്ട് പോകാം സാർ. അകത്തോട്ട് പോകാം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.